ഇനി രണ്ടാമത് മൂപ്പർക്ക് മുഹമ്മദുർ റസൂലുള്ളാഹിയിലെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോ ഇസ്തിഗാസ ഒരു വിഷയമേ അല്ല. കാരണം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉള്ളിൽ വരുമെന്നാണ് മൗലവിമാരുടെ നിലപാട്. അതുകൊണ്ടാണല്ലോ അത് വിട്ടിട്ട് മറ്റൊന്നിലേക്ക് പോയത്. ഇനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തില് നമ്മളോട് മൂപ്പർക്ക് വ്യവസ്ഥക്ക് തയ്യാറുണ്ട്, സംവാദത്തിന് തയ്യാറുണ്ട് എന്നൊക്കെയാ പറയുന്നത്. അത് മൂപ്പര് പറയട്ടെ. ഒരു സംവാദം കൊണ്ടല്ലല്ലോ തീരേണ്ടത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിഷയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് രണ്ടാമത്തെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംവാദം നടത്താൻ എത്ര അടിസ്ഥാന വിഷയങ്ങൾ നമ്മളുമായുണ്ട് വഹാബികളെ, എത്ര തർക്കങ്ങൾ നമ്മിലുണ്ട് വഹാബികളെ. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ കലിമത്തു തൗഹീദിന്റെ അർദ്ധഭാഗത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനെ അതിന്റെ അളവിലും അർത്ഥത്തിലും ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 തെറ്റ് ചെയ്യുമെന്ന് എഴുതി വെച്ചത് നിങ്ങളുടെ പൗരാണിക പുരോഹിതനായ വെളിയങ്കോട് മൗലവിയല്ലേ? മുസ്ലിം സമുദായത്തിന്റെ ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ അതിന് ചില ന്യായീകരണ കസർത്തൊക്കെ നടത്തി അത് തിരുത്തി മാറ്റി എന്നൊക്കെ പറയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ പച്ചയായ ഭീകരമായ പ്രവാചകൻ എന്ന പിന്നെ നിങ്ങൾ ആവർത്തിച്ചിട്ടില്ലേ? ഇത് നിങ്ങളുടെ ഒരു പ്രസിദ്ധീകരണമാണ്. ആ പ്രസിദ്ധീകരണത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അൽമനാറിൽ എഴുതിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും ചെയ്തു എന്ന് അൽമനാറിന്റെ 2010 ജൂലൈയിൽ നിങ്ങൾ എഴുതി വെച്ചതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ കലിമത്തു തൗഹീദിലെ അല്ലാഹുവിന്റെ പ്രവാചകൻ തെറ്റു ചെയ്ത വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തതിന്റെ പേരില് അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന പച്ചയായ നിങ്ങളുടെ പ്രവാചകൻ ഇന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കലിമത്തു തൗഹീദിന്റെ വിശ്വാസ പരിധിയിൽ എങ്ങനെയാണ് വഹാബികളെ വരിക? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയാത്തത്? അതുപോലെ നിങ്ങൾ ശബാബിൽ എഴുതിയിട്ടില്ലേ? വഹാബികളുടെ മറ്റൊരു പ്രസിദ്ധീകരണമായ ശബാബ്. ആ ശബാബിൽ നിങ്ങൾ എന്താണ് എഴുതിയത്? പ്രവാചകന്റെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും വന്ന ചില വീഴ്ചകളെ ഖുർആൻ തിരുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ അല്ലാഹു തആല താക്കീത് ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ നാടുകളിലുള്ള ഒരു ലോക്കൽ മുഹമ്മദിന്റെ താഴ്ചയിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദിലെ പ്രവാചക വ്യക്തിത്വത്തെ താറടിച്ചു പരിചയപ്പെടുത്തിയവരാണ് നിങ്ങൾ. നിങ്ങളാണോ ഞങ്ങൾക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിക്കാൻ വരുന്നത്? അപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു തൗഹീദിൽ ഒരു സംവാദത്തിന് വരികയാണെങ്കിൽ ആ സംവാദത്തിൽ വിഷയാക്കേണ്ട ഒരു സംഗതി അതാണ്. ഇനിയോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകനുമായി നിങ്ങൾ എന്തൊക്കെയാണ് ഈ നാട്ടിൽ പരിചയപ്പെടുത്തിയത്? അൽമനാറിൽ വീണ്ടും നിങ്ങൾ എഴുതുകയാണ്. 1985 അൽമനാറിൽ അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് എടുത്തുദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറയാണ്, ഖബറുകളിൽ ജീർണിച്ചു ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? അള്ളാഹുവിന്റെ പുണ്യാത്മാക്കളായ അംബിയാ ഉലിയാക്കൾ, ആ അംബിയാ ഉലിയാക്കളൊക്കെ ശരീരം മണ്ണ് തിന്ന് ജീർണിച്ച് നശിച്ചു പോയവരാണ്. അവരൊക്കെ ഖബറിൽ മണ്ണ് തിന്ന് ജീർണിച്ച് നശിച്ചു പോയവരാണ് എന്ന് നിങ്ങൾ 85 അൽമനാറിൽ എഴുതിയെന്ന് മാത്രമല്ല, ഇനി തുടർന്നുകൊണ്ട് ഖുർആനിലെ ഒരു ആയത്തുദ്ധരിച്ച ശേഷം നിങ്ങൾ വീണ്ടും പറയുന്നത് എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ വന്ന് അവിടത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. ഏത് കൂട്ടത്തിൽ പെടുന്നുണ്ട് എന്നാണ് വഹാബികളെ 85 അൽമനാറിൽ പറഞ്ഞത്? ഹബീബായ തങ്ങളെ വിളിക്കുന്നവരും ഹബീബായ തങ്ങളോട് ഇസ്തിഗാസ നടത്തുന്നവരും ആരെയാണ് വിളിക്കുന്നത്? ആരെ വിളിക്കുന്നവരുടെ കൂട്ടത്തിലാ പെടുന്നത്? ശരീരം മണ്ണ് തിന്ന് ജീർണിച്ച് നശിച്ചു പോയ ജഡങ്ങൾ
ജനങ്ങളെ വിളിച്ചു തേടുന്നവരുടെ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നവരും തേടുന്നവരും പെടുന്നത് എന്ന് അൽമനാറിൽ നിങ്ങൾ എഴുതി വച്ചിട്ടില്ലേ? ഹജ്ജിന് പോകുന്ന മുസ്ലിമീങ്ങൾ, മദീന പള്ളി സന്ദർശിക്കുന്ന മുജാഹിദുകൾ വരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്നുണ്ടല്ലോ മുസ്ലിമീങ്ങളെ പറ്റിക്കാൻ. വഹാബികളെ, മണ്ണ് തിന്ന് ജീർണിച്ച് നശിച്ചു പോയ റസൂലുള്ളാഹിനെ അല്ലേ നിങ്ങൾ വിളിക്കുന്നത്? അതല്ലേ നിങ്ങളുടെ വിശ്വാസം? മുഹമ്മദുർ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കൊരു സ്ഥിരമായ ഇസ്ലാമികമായ വിശ്വാസമുണ്ടോ വഹാബികളെ? സംവാദം നടത്താൻ നിങ്ങൾക്ക് മുഹമ്മദുർ റസൂലുള്ളാഹിയിലെ വിശേഷം പോലെ നമ്മൾ തമ്മിലില്ലേ? എന്നാൽ മൗലവി ഇവിടെ ആകെ ഈ സംവാദത്തെ കൊണ്ടുവന്ന് വെക്കുന്നത് എവിടെയാണ്? നിങ്ങള് അനസ് മൗലവി ഏതോ ഒരു ഉംറക്ക് മക്കത്ത് പോയി. ഉംറ കഴിഞ്ഞുകൊണ്ട് കുറച്ച് ടിന്നില് സംസം വെള്ളയിട്ട് നാട്ടിലെത്തി. സ്വാഭാവികമായും അനസ് മൗലവിയോട് ഈ സംഘടനാ ഗ്രൂപ്പ് പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ അസൂയും വാശിയുള്ള കുറച്ച് മുജാഹിദുകൾ അപ്പുറത്തുണ്ട്. ആ മുജാഹിദുകൾ നാട് നിങ്ങളെ പ്രചരിപ്പിച്ചു. അനസ് മൗലവി മക്കത്ത് നിന്ന് കൊണ്ടുവന്ന സംസം വെള്ളം, ആ സംസം വെള്ളം ഒറിജിനൽ സംസം വെള്ളമല്ല, അത് ബംഗാളികൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വിറ്റതാണ്. ആ വിറ്റതാണ് അനസ് മൗലവി കൊണ്ടുവന്നത് എന്ന് സംഘടനാ വിരോധത്തിന്റെ ഒക്കെ പേരിൽ പുറത്തു നിൽക്കുന്ന ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ പലതും പറയുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞു. ഇതാണ് ഒരു സംവാദത്തിന്റെ വ്യവസ്ഥ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നടത്തേണ്ടത്. സംസം വെള്ളത്തിൽ ബറക്കത്തുണ്ടോ ഇല്ലേ എന്നതൊരു വിഷയമാണ്. അതുപോലെ തിരുകേശത്തിൽ ബറക്കത്തുണ്ടോ ഇല്ലേ എന്നതൊരു വിഷയമാണ്. അല്ലാതെ അനസ് മൗലവി ഉംറക്ക് പോയപ്പോ കൊണ്ടുവന്ന സംസം വെള്ളത്തിന്റെ ടിന്ന് ബംഗാളിയാള് വിറ്റതാണ്, അത് ബംഗാളിയാള് തരികിടി കൂടെ ഉണ്ടാക്കിയ വെള്ളമാണ്, സംസം വെള്ളമല്ല എന്നും ബാലുശ്ശേരി ആരെങ്കിലും പറഞ്ഞിരിക്കണമെങ്കിൽ ഇവിടെ അനസ് മൗലവിയുടെ കയ്യിലുള്ള സംസം വെള്ളം സ്ഥാപിക്കാൻ ഒരു സംവാദം നടത്തുക എന്ത് ലോജിക്കായിലുള്ളത്, എന്ത് പ്രമാണായിലുള്ളത്? അനസ് മൗലവിയെ വിശ്വാസമുള്ളവർ അത് സംസം വെള്ളാന്ന് വിശ്വസിക്കും, അല്ലാത്തവർ അത് ബംഗാളിയാളെ ടിന്നെന്ന് വാങ്ങിക്കൊണ്ടതാണെന്നും വിശ്വസിക്കും. അത്രേ ആയിലുള്ളൂ. അതേ സമയത്ത് അടിസ്ഥാനപരമായി സംസം വെള്ളത്തിന് ബറക്കത്തുണ്ടോ, അതിന് പ്രത്യേകതയുണ്ടോ എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഒരു സംവാദ വിഷയം. ഇതുപോലെ തിരുകേശത്തിന് ബറക്കത്തുണ്ടോ ഇല്ലെന്നതാണ് സംവാദ വിഷയം. അത് മാറ്റിയിട്ട് കേവലം ചില നുള്ളുനുറങ്ങ് കേസുകളിൽ കൊണ്ടുവന്നിട്ട് സംവാദ പ്രഖ്യാപനത്തിന്റെ പേരിൽ സംവാദ മുടക്കൽ പ്രഖ്യാപനത്തിലേക്ക് അനസ് മൗലവി വീണ്ടും പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം കേട്ടോളൂ. തിരുകേശമെന്ന വ്യാജേന കാന്തപുരം സമസ്തക്കാർ പ്രചരിപ്പിക്കുന്ന മുടിയാണ് രണ്ടാമത്തെ വിഷയം. അതാണ് അനസ് മൗലവി ഉംറക്ക് പോയപ്പോ മൂപ്പര് കൊണ്ടുവന്ന സംസം വെള്ളം ഒറിജിനൽ സംസം വെള്ളമല്ല നീ ബാലുശ്ശേരിയൊക്കെ വിളിച്ചറിഞ്ഞിടുന്ന അതിന്റെ പേരിൽ നമ്മളിപ്പോ സംവാദത്തിന് പോകുക എന്നതുപോലെ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ കിട്ടിയ തിരുകേശത്തെ കുറിച്ച് ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു തിരുകേശത്തല്ല വിഷയം. അടിസ്ഥാനപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് വർക്കത്തുണ്ടോ ഇല്ലേ, അതിലേക്ക് വരുവോ ആബികളെ സംവാദത്തിന്. അതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കിടയിലെ സംവാദ വിഷയം. എന്നാൽ ഇവിടെ നമ്മളോട് സംവാദത്തിന് വെല്ലുവിളിക്കണ ഈ അനസ് മൗലവിക്ക് കവലകളിൽ വന്ന് സ്വന്തം സ്റ്റേജിൽ സ്വന്തം വളണ്ടിയർമാരെയും കുഞ്ഞാടുകളെയും മുമ്പിലിരുത്തി ഒരു മുഖാമുഖം പോലും ഈ വിഷയത്തിൽ നടത്താൻ കഴിയുന്നില്ല എന്നതാണ് തമാശ. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനസ് മൗലവിയുടെ മുമ്പിൽ ഒരു ചോദ്യകർത്താവ് വരികയാണ്. അനസ് മൗലവി മാത്രമല്ല, അവിടെ അദ്രൈമാൻ സലഫി ഉണ്ട്. അദ്രൈമാൻ സലഫി അനസ് മൗലവിയും 14 കൊല്ലം ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞിടന്ന് KNMന്റെ പക്ഷമാണ്. എന്നാൽ അപ്പുറത്ത് നസാഫ് മൗലവിയെ പോലെയുള്ള ബറക്കത്തില്ല എന്ന് പറയുന്ന ഷഫീഖ് അസ്ലമിന്റെയും ഹുസൈൻ മടവൂരിന്റെയും മുജാഹിദുകൾ കൂടി ഐക്യലയനത്തിന്റെ പേരിൽ ആ സ്റ്റേജിലുണ്ട്. അവിടെയാണ് ഒരു ചെക്കൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പിന് ബറക്കത്തുണ്ടോ എന്ന് ചോദിക്കണേ. അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ഒരു നട്ടെല്ല് ശരീരത്തിൽ അവശേഷിച്ചിട്ടില്ലാത്ത അനസ് മൗലവി, നിങ്ങളെ ആരെയാണ് ഇത്തരം കുളൂസ് പറഞ്ഞ് പൊട്ടീസാക്കണത്? ഇതൊക്കെ സംവാദത്തിന്ന് മുങ്ങാനുള്ള കലാപരിപാടിയാന്ന് ചോറ് വയ്ക്കണ ആർക്കും ശരാശരി ബോധം ഉണ്ടാവൂലേ? അനസ് മൗലവി, അനസ് മൗലവിയോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കണ ചോദ്യം തിരുശേഷിപ്പിന് അള്ളാഹു അറിഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കാനാണ്. അതാണ്, അത് അറിഞ്ഞിട്ടാണ് വേറൊന്ന് ചോദിക്കാൻ. അതെങ്കിലും പറയാനുള്ള നട്ടല് ആ സ്റ്റേജിൽ ഇരിക്കുന്ന ഏതെങ്കിലും പുരോഹിതന്മാരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു മൂലക്കുണ്ടോ എന്നാണ് ആ കുട്ടി ചോദിക്കണേ. അപ്പൊ അതിന് സഹോദരന്മാരെ, അനസ് മൗലവി എഴുന്നേറ്റ് നിന്നാൽ പഴയ സിലബസ് പ്രകാരം തൗഹീദ് പ്രകാരം ബർക്കത്തുണ്ട് എന്ന് പറയും.
അങ്ങനെ പറഞ്ഞാൽ മടവൂര് മുജാഹിദിന്റെ പഴയ അണികളുണ്ട്, ഓല് കസാല ഒന്നായിട്ട് പാർസലായി സ്റ്റേജ് മുക്ക് വിടും. അപ്പൊ അനസ് മൗലവിയുടെ മറുപടി പറഞ്ഞ ഡേഞ്ചറാണ്. അദ്രൈമാൻ സലഫി എന്ന് പറയുന്ന ലഫ്രിക്ക് മനസ്സിലായി. അങ്ങനെ റഫറി വന്നിട്ട് എഴുന്നേറ്റിട്ട് അപ്പുറത്തെ നസാഫ് മൗലവി വർക്കത്തില്ല എന്ന് പറയും. രണ്ടാണെങ്കിലും ചീഞ്ഞ തക്കാളി സ്റ്റേജ് മുക്ക് മുജാഹിദുകൾ സംഭാവന ചെയ്യും. അപ്പൊ അദ്രൈമാൻ സലഫി എഴുന്നേറ്റിട്ട് ഒരു രസാവഹമായ മറുപടി പറയുന്നുണ്ട്. ചോദ്യത്തിനുള്ള മറുപടി അല്ല എന്ന് മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പിന് ബർക്കത്ത് ഉണ്ടോ അല്ലേ എന്നാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യനോടെ പിരിച്ചുവിടാവുന്ന ഒരു ചോദ്യം. മൗലവി അതിന് കാളമൂത്ര പ്രസംഗം നടത്തുകയാണ്. ചോദ്യം നിർത്തുന്ന മൗലവി കരുതിയത് ഇവിടെ ബർക്കത്ത് ഉണ്ടോ അല്ലേ എന്നാണ് ചോദ്യം. അപ്പം കിട്ടാണ്ടോ അല്ലേ എന്നുള്ളത് വേറെ വിഷയം, ബർക്കത്ത് ഉണ്ടോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതിന് മൗലവി മറുപടി പറഞ്ഞില്ല. പറഞ്ഞ അടി ഉറപ്പാണ്. അപ്പൊ ഈ കുട്ടി വീണ്ടും എഴുന്നേറ്റിട്ട് ചോദിക്കാണ്, ഇതിന്റെ ചോദ്യത്തിന്റെ മറുപടി അല്ല, എന്റെ ചോദ്യത്തിന്റെ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ടോ ഇല്ലേ എന്നതാണ്. കുട്ടി ചോദ്യം ആവർത്തിക്കുക. പഴയതാണ്, പക്ഷെ ഉത്തരം ഫിറ്റ് ആയിട്ടില്ല. കാരണം മരണപ്പെട്ടു പോകുന്ന ഒരു സ്വഹാബി എന്റെ കഫംപുടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പ് വെക്കണം എന്ന് പറയുന്നത് ഏത് ശത്രുവിനെ പേടിപ്പിക്കാനാ? മുൻകർ നക്കീറിനെ പേടിപ്പിക്കാനോ? അപ്പൊ അത് ചോദ്യത്തിന്റെ മറുപടി ആയിട്ടില്ല. ചോദ്യം ആവർത്തനം വന്നത് മറുപടി കിട്ടാത്തത് കൊണ്ടാണ്. പുതിയ ചോദ്യമല്ല, നേരത്തെ പറഞ്ഞ അതേ ചോദ്യം. ഉത്തരം ആയില്ല എന്ന് പറയാം, അതിനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്ക് ഉണ്ട്. അതാണ്, അത് പറയാനുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. നിങ്ങൾ ഉത്തരം പറഞ്ഞു കൊടുക്കണം. ബർക്കത്തുണ്ടോ ഇല്ലേ? അതിന് ഉണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞാൽ ശരിയാകോ? ഇല്ലണ്ട് എന്ന് പറഞ്ഞാലും ശരിയാകോ? നിങ്ങളാണോ ഞങ്ങളോട് സംവാദ വ്യവസ്ഥ, അതും തിരുകേശത്തിന്റെ വിഷയത്തിൽ ആര്യാ മൗലവി എഴുന്നേറ്റിക്കാൻ കഴിയാത്ത നിങ്ങൾ ഇങ്ങനെ ലോകകപ്പില് കളിച്ചുങ്ങാണ്ട് കിരീടം വാങ്ങുന്നൊക്കെ പറയുന്നത് ആരെ പൊട്ടീസാക്കാനാ? പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ അതിന് മറുപടി ഉണ്ട്. എങ്ങനെ മൗലവിയായാലും മറുപടി ഉണ്ടാകുക? ശത്രുക്കളെ പേടിപ്പിക്കാനാണോ മരിച്ചൊരു മനുഷ്യൻ തന്റെ കഫംപുടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പ് വെക്കണം എന്ന് പറയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട മൗലവിയുടെ ഈ വ്യാഖ്യാനം ശരിയായില്ല. കുട്ടി വീണ്ടും ചോദിച്ചു. കുട്ടി പറഞ്ഞു, ഈ ഞാനിത് വേറെ ആരും പറഞ്ഞിട്ട് പറയല്ല, നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് എന്ന് ചെറുപ്പക്കാരൻ വീണ്ടും എഴുന്നേറ്റെന്ന് ചോദിക്കാണ്. സ്വഹാബി ചെയ്തു എന്നൊക്കെ പറയുന്നത് ഞാൻ എന്റെ വക പറഞ്ഞതും വേറെ ആരും പറയുന്ന കേട്ടല്ല, നിങ്ങൾ പറയുന്നത് കേട്ടതാണ്. ഈ സ്വഹാബി ഇത് ചെയ്തു എന്നുള്ളത് ഞാൻ മറ്റുള്ളവർ നിങ്ങൾ തന്നെ പറഞ്ഞത് കേട്ടതാണ്. അതാണ് 14 കൊല്ലം മടവൂർ മുജാഹിദിനെതിരെ തൗഹീദ് പറഞ്ഞിടുന്ന അനസ് മൗലവിയൊക്കെ ചങ്കും കൊല്ലും PVC പൈപ്പ് പോലെ വണ്ണം വെപ്പിച്ച അങ്ങാടി എന്ന് പറഞ്ഞതാ. റസൂലുള്ളാന്റെ മുടിക്ക് വർക്കത്തുണ്ട്, വസ്ത്രത്തിന് വർക്കത്തുണ്ട്, വിയർപ്പിന് വർക്കത്തുണ്ട് എന്നൊക്കെ ഐക്യപ്പെട്ട് സ്റ്റേജുമ്മ രണ്ടൂട്ടരും വന്ന് ഇരുന്ന് മുഖാമുഖത്തിൽ ചോദ്യം ചോദിച്ചപ്പോഴോ ചെറുപ്പക്കാര് ചോദിച്ചിന് മൗലവിക്ക് മറുപടി ഇല്ല. അപ്പൊ അനസ് മൗലവിന്റെ ചിറിമൺ തോണ്ടി ചക്കം. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടാ ഞാൻ ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പിന് ബർക്കത്തുണ്ട് എന്ന് നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടാ ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എന്ന് ആ ചെറുപ്പക്കാരൻ. അവസാനം അനസ് മൗലവിനെ പറ്റി ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഒരു കാലത്ത് അനസ് മൗലവി പ്രസംഗിച്ചിരുന്നത് മുടിക്ക് ബർക്കത്തുണ്ട് എന്നാണ്. മുടിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾക്ക് ബർക്കത്തുണ്ട്, വിയർപ്പിന് ബർക്കത്തുണ്ട് എന്നാണ്. ആ കാലത്തെ മുടിക്ക് ബർക്കത്തുണ്ട് എന്ന് പറയുന്ന പ്രസംഗം ഒന്ന് കേട്ടോക്കി നിങ്ങള് മൗലവിൻ്റെത്. ഇത് കേട്ടത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ആ ചോദ്യം ചോദിച്ചത് അനസ് മൗലവിയോട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി, അള്ളാഹിന്റെ റസൂലിന്റെ ആധാറ് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിന് ബർക്കത്തുണ്ട്. അതിന് ബർക്കത്തുണ്ട്, അതുകൊണ്ട് തബറുക്ക് എടുക്കാം എന്നാണ് സലഫികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലൊന്നും ആർക്കും സംശയമില്ല. എപ്പോ? പണ്ട് സംശയമല്ല, ഇപ്പൊ മൗലവിക്ക് സംശയം ഉണ്ട് എന്ന് മാത്രല്ല, ഇപ്പൊ അങ്ങനെ പറയാൻ മൂപ്പർക്ക് ഉസുറുമില്ല, ധൈര്യമല്ല. അദ്രൈമാൻ സലഫി പീസൂരും. പക്ഷെ പിന്നെ അദ്രൈമാൻ സലഫിന്റെ പീസ് എല്ലാവരും അതിനൂരി വേറെ വൈക്കാക്കി എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഇപ്പോഴും അദ്രൈമാൻ സലഫിക്ക് പകരം അതേ ആശയക്കാർ അതിൽ ശക്തി പ്രാപിച്ചു തന്നെ നിൽക്കുകയാണ്. ഇതൊക്കെ മുജാഹിദ് മൗലവി ഒരു കാലത്ത് പ്രസംഗിച്ചതിനെ കേട്ടുകൊണ്ടാണ് ഈ കുട്ടി ഐക്യ മുജാഹിദീങ്ങളെ ഒന്നിച്ച് കിട്ടിയപ്പോ ഇതൊന്ന് ചോദിച്ചു നോക്കാന്ന് കരുതിയത്. അങ്ങനെ ചോദിച്ചാൻ വന്നപ്പോ അതിന് മറുപടി ഇല്ല. അനസ് മൗലവിക്ക് ബർക്കത്തുണ്ട് എന്ന് പറയാൻ ധൈര്യമല്ല. അനസ് മൗലവി നീച്ചിട്ട് പറയാണ്, അദ്രൈമാൻ സലഫി പറയണ മാതിരി, മുന്നിലെ മാപ്പിള പറയണ മാതിരി ഞമ്മക്കും വേണം മള്ളി വെളിച്ചം. മള്ളി എന്താണ്, വെളിച്ചം എന്താണ് എന്നൊന്നും പറയാൻ മൂപ്പർക്ക് ഗഡ്സില്ല, നട്ടലില്ല. അപ്പൊ അദ്രൈമാൻ സലഫിനെ താങ്ങി മൂപ്പര് തടി സലാമത്താക്കുകയാണ്. നഷ്ടപ്പെടാൻ
എന്തിന്? മുങ്കർ നക്കീറിനെ പേടിപ്പിക്കാന്. മുങ്കർ നക്കീറാണല്ലോ ഇപ്പൊ ഖബറിലെ ശത്രു. ശത്രുക്കളെ പേടിപ്പിക്കാനാണല്ലോ ഇപ്പൊ ഇത് എടുത്തേ. മുങ്കർ നക്കീറിനെ പേടിപ്പിക്കാനേ. അവിടെയല്ലേ ശത്രുക്കൾ ഉള്ളത്? മുങ്കർ നക്കീർ ഖബറില്. സഹോദരങ്ങളെ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽ പോലും ഒരു കൃത്യമായ നിലപാട് പറയാൻ നട്ടല്ലില്ലാത്ത അനസ് മൗലവി, നിങ്ങൾ എന്ത് കൊച്ചാക്കാനാ വന്നത്? ആരെ പൊട്ടീസാക്കാനാ വന്നത്? കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത ഏടാകൂടം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പണ്ഡിത ഏടാകൂടത്തിന്റെ അഡ്രസ്സിൽ നിങ്ങൾ എടുത്തു തരൂ. എന്തെടുത്തു തരിക? അള്ളാഹുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിൽ ഞങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഏക വിശ്വാസമല്ലാത്തൊരു വിശ്വാസം വന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഏക വിശ്വാസമാണ്. പഴയ എക്സ് മടവൂർ മുജാഹിദുകൾക്കും ഞങ്ങൾക്കും ഒരേ വിശ്വാസമാണ്. എഴുതി ഒപ്പിട്ട് സംവാദത്തിന് വരും വഹാബികളെ. അതുപോലെ ഞങ്ങൾക്ക് സിഹറുമായും കണ്ണേറുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അഭൗതികമായ അദൃശ്യമായ വഴികളിലുള്ള ഖൈറ് ശർറ് പ്രതീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്കൊരേ തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ. അതുപോലെ ബറക്കത്തിന്റെ വിഷയത്തിൽ ഇതൊക്കെ മറഞ്ഞ വഴിയിലൂടെ ഖൈറും ശർറും വരുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ ഞങ്ങളുടെ പണ്ഡിത സഭയ്ക്ക് ഒരേ അഭിപ്രായമാണെന്ന് എഴുതി നിങ്ങളുടെ പണ്ഡിത സഭയുടെ പേരിൽ എഴുത്തു തരും മുജാഹിദീങ്ങളെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ഭൗതികമായ ശാസ്ത്രീയമായ നിഗമനങ്ങളിലൂടെ തെളിയിക്കപ്പെടണമെന്നാണ് നിങ്ങളുടെ സ്റ്റേജിൽ വെച്ച് ഔദ്യോഗികമായി പുരോഹിതന്മാർ പ്രഖ്യാപിച്ചത്. ഇന്ന് വരെ നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമ അതിനെതിരെയോ അനുകൂലമായോ കാമ എന്ന് പറഞ്ഞിട്ടില്ല. അജ്വാക്കാരക്കയുമായി ബന്ധപ്പെട്ട് ഈച്ചയുമായി ബന്ധപ്പെട്ട് സ്വഹീഹായ ഹദീസുകളായി മുസ്ലിം ലോകം വിശ്വസിക്കുന്ന ഹദീസുകളിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമായ ഹദീസ് സ്വീകാര്യത, ഹദീസ് വിശ്വാസം, ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ നിങ്ങളുടെ പണ്ഡിത സഭയുടെ ഔദ്യോഗികമായ അഭിപ്രായം രേഖാമൂലം എഴുതിയിട്ട് നിങ്ങൾ സംവാദത്തിന് തയ്യാറാകുകയാണ് വേണ്ടത്. അപ്പൊ സംവാദം എന്നത് ഏകപക്ഷീയമായി ഓരോ സംഘടനയും പ്രഖ്യാപിച്ച് വിഷയം തീരുമാനിക്കേണ്ട സംഗതിയല്ല. അത് കൂട്ടമായ ഒരു സമന്വയത്തിലെത്തിയിട്ട് സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കേണ്ടതാണ്. ഇത് നല്ലപോലെ അറിയുന്ന ആളാണ് അനസ് മൗലവി. പക്ഷേ അസീസ് സഖാഫിയെ പോലെ ഒരു ചെറിയ പണ്ഡിതൻ, ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ, ഒരു യുവാവായ പണ്ഡിതൻ വന്നുകൊണ്ട് അനസ് മൗലവിയുടെ മൂക്കിൽ തോണ്ടി അയാളുടെ ഈ വാചക സ്ഥലത്ത് പൊളിച്ചു കൈ കൊടുത്തപ്പോ അതിനോട് കാമ എന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് കരുതി എഴുന്നേറ്റ് വന്ന് സമ്മേളന പ്രഖ്യാപനത്തിന്റെ പേരിൽ മുടക്കൽ പ്രഖ്യാപനം നടത്തി തടി സലാമത്താക്കിയ മൗലവി വഹാബികളുടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള വിശ്വാസത്തിന് സ്ഥിരതയില്ല. നിങ്ങൾ പറഞ്ഞതും പ്രചരിപ്പിച്ചതുമായ ദൈവവിശ്വാസം സ്ഥിരതയുള്ളതോ സ്ഥായിയായതോ അല്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ബൗണ്ടറിയുടെ പുറത്തുള്ള വിശ്വാസമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ആദം നബി മുതൽ ഇന്ന് വരെ ഒരേ അള്ളാഹുവിനെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിശ്വാസങ്ങൾ, ആ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്യുമോ ഇല്ലയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ചു പോയോ ഇല്ലയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ടോ ഇല്ലയോ, ഇത്തരം അടിസ്ഥാന വിഷയങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു സംവാദ പ്രഖ്യാപനം നടത്താൻ അനസ് മൗലവിക്ക് കഴിയാതെ പോയത് ആദർശരാഹിത്യത്തിന്റെ പേരിലും ഇത്തരം വിശ്വാസ കാര്യങ്ങളിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പണ്ഡിത ഏടാകൂടത്തിന് കൃത്യമായൊരു വിശ്വാസ നിലപാട് അണികളോട് പറയാൻ കഴിയാത്തതിന്റെ ദൗർബല്യം കാരണവും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് വഹാബികളുടെ പ്രാർത്ഥനാ നിർവചനത്തിന്റെ ദൃശ്യാദൃശ്യ ഏടാകൂടങ്ങളൊക്കെ ഒന്ന് തുറന്നു കാട്ടുമ്പോ സീറ് കണ്ണേറ് ബർക്കത്ത് പോലെയുള്ള ഇത്തരം വിഷയങ്ങളെ കൊണ്ടൊക്കെ തങ്ങള് സുന്നി പണ്ഡിതരുടെ മുമ്പില് വന്നതുപോലെ തിരിച്ചു പോയില്ല, തലയിൽ മുണ്ടിടേണ്ടി വരുമെന്ന ബോധ്യത്തിലും സംവാദ പ്രഖ്യാപനത്തിന്റെ പേരിൽ മുടക്കൽ പ്രഖ്യാപനം നടത്തിയ മൗലവി താങ്കൾ ഇപ്പോ തൊഴിൽ രഹിതനായി, അണികളുമില്ല, അതുപോലെ ആധാരവും മുതലാളിമാരെയും കണ്ട് KNMന്റെ കൂടെ നിന്നപ്പോ വിചാരിച്ചതൊന്നും നടക്കാത്തത് കൊണ്ട് ഇപ്പൊ സാന്നിധ്യം അറിയിക്കുവാനും പ്രബോധന രംഗത്ത് സജീവമാകാൻ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചിത്തിരുമ്പും തേടി വന്നതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഇത് അതര വ്യായാമങ്ങള് അത്യാവശ്യമൊക്കെ അരിയാഹാരം നിന്നവരുടെ മുമ്പിൽ ചെലവാവുകയില്ല എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.